15ാമത് IPC സൗത്ത് ഈസ്റ്റേൺ റീജിയൻ കൺവെൻഷൻ്റെ സമാപന രാത്രി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം എനിക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷനായ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം നൈനാൻ അവർകൾ, എനിക്ക് മുമ്പ് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ച ബ്രദർ നോബി ഇട്ടിയവർകൾ, മറ്റ് ദൈവത്താൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാരുടെ ഒരു നീണ്ട നിര ഇവിടെയുണ്ട്. അവർക്കും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പോരാ, ശബ്ദമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. എനിക്ക് ആകെപ്പാടെ ഒരാശയക്കുഴപ്പമുണ്ട്. 45 മിനിറ്റൊക്കെ എടുത്തോളാൻ പറഞ്ഞു, പക്ഷെ നിങ്ങളെങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും എനിവേ കർത്താവിൻ്റെ ദാസനെ ബഹുമാനിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അത്യാവശ്യം ഞാൻ പറയാൻ വന്ന സന്ദേശം അങ്ങ് മാറ്റി. ഏതായാലും കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റുകയില്ല, ഈട്ടേച്ച് പോകാനും വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ആ വിഷയം ഞാൻ അങ്ങ് മാറ്റി. ലളിതമായ ഒരു സുവിശേഷത്തിൻ്റെ സന്ദേശം, വിശേഷാൽ സുവിശേഷ യോഗങ്ങളുടെ സമാപന രാത്രികളിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സന്ദേശം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന് എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിച്ചുള്ള ചരിത്രത്തിൻ്റെ ത്വരിതഗതിയിലുള്ള ഗമനത്തിന് പ്രപഞ്ചം മൂകസാക്ഷിയാകുന്നു. ഭൂതകാല യവനികയ്ക്കുള്ളിലെ വർഗീയവും മതാധിഷ്ഠിതവുമായ നങ്കൂരങ്ങൾക്കൊക്കെ ഉലച്ചിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇതിഹാസ പ്രസിദ്ധങ്ങളായ നാഗരികതകൾ പ്രാഗുൽഭവിക്കുകയും വീണ്ടും മണ്ണിനടിയിലേക്ക് തിരോധാനപ്പെടുകയും ചെയ്യുന്നു. യുദ്ധങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. പോരിൻ്റെ ക്രന്ഥനങ്ങൾ അടർക്കളത്തിൽ മുഴങ്ങുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാലം പലതിനെയും പുതിയ ആവരണങ്ങൾ അണിയിച്ച് രംഗത്തിറക്കുന്നു. തത്വസംഹിതകളും പ്രത്യയ ശാസ്ത്രങ്ങളും കാലത്തിനൊത്ത പുത്തൻ കുപ്പായങ്ങൾ അണിയുന്നു. ആക്രമവും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും കരിംചന്തയും ഇന്നത്തെ മനുഷ്യൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. മനോരോഗികളുടെ എണ്ണം പെരുകുന്നു. കൊലപാതകങ്ങളുടെ എണ്ണം ഗണ്യാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ. ആഗോള സാമ്പത്തിക മാന്ദ്യം, ആഗോള താപനം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളുടെ നൂലാമാലയ്ക്കകത്തുപെട്ട് മനുഷ്യനിവിടെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കരുത്തുറ്റ ഭരണാധികാരികൾ എന്ന് നാം ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്ന ഭരണസാരഥികൾക്ക് പോലും അവർ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണസിരാചക്രം എങ്ങനെ തിരിക്കണമെന്നറിയാൻ കഴിയാതെ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ചുരുക്കി പറഞ്ഞാൽ, ചിന്തിക്കുന്ന സകല മനുഷ്യനും മനസ്സിലാക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. അത് മനുഷ്യന്റെ ഭാവി ആശാവഹമല്ല എന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യഭാവിക്ക് മുകളിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടി നാളെയുടെ നീളയിൽ ഇവിടെ എന്ത് നടക്കും എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിലുള്ള സകല മനുഷ്യരും നിർജീവന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആനുകാലിക സംഭവങ്ങളെ കണ്ടുകൊണ്ട് അകത്തൂറിച്ചിരിക്കുന്ന ഒരു കൂട്ടർ ഇന്ന് ഈ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് ദൈവകൃപ പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ അകത്തൂറിച്ചിരിക്കുക? പത്രപാരായണം നടത്താത്തത് കൊണ്ടാണോ? അല്ലവേ അല്ല. എല്ലാ ദിവസവും പ്രഭാതാഭിവാദനങ്ങൾ ഏന്തിക്കൊണ്ട് നമ്മുടെ കരങ്ങളിൽ പറന്നെത്തുന്ന വർത്തമാന പത്രങ്ങൾ കുലങ്കക്ഷമായി നാം വായിക്കുന്നു. നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ, ശ്രവ്യ മാധ്യമങ്ങൾ നാം കാണുന്നു, കേൾക്കുന്നു. ആനുകാലിക സംഭവങ്ങളെ ബൈബിൾ വീക്ഷണത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു വേദ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി നിരാശ ലവലേശമില്ല. പ്രത്യുത നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറുന്നു. ഏതാണ് പ്രത്യാശ? ആകാശം മേഘത്തെ തേരാക്കി തൻ്റെ തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. അകത്ത ഉൾബോധമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി യോഗത്തിൽ വന്നിരിപ്പുണ്ട്? അവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യുക. ലളിതമായ സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിലൂടെ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് തന്ന് എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ പരിസമാപ്തി കുറിച്ചുകൊള്ളാൻ വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വേദഭാഗങ്ങൾ. ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. വാക്യം ഞാൻ കമ്മി വാദ്യങ്ങളിൽ പറഞ്ഞു വിട്ടുള്ള സ്വതവേ എനിക്കൊരല്പം സ്പീഡ് കൂടുതലുള്ള ആളാണ്. അതിൻ്റെ ഇടയ്ക്ക് സാഹചര്യം കൂടെ വേട്ടയാടുമ്പോൾ കണ്ടവാനം മനപ്രയാസവുമാണ്. അതുകൊണ്ട് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-4 വേദഭാഗങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചോളൂ.
അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ഈ വാക്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്താണ് ജീവനുള്ള പ്രത്യാശ? എന്താണ് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? ഈ വിഷയം എന്ത്? ഇനി ആരും ബൈബിള് നോക്കിക്കൊണ്ടിരിക്കരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മുഖം എനിക്കൊന്ന് കാണണം. അതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കി സംസാരിക്കണം എനിക്ക്. അതുകൊണ്ട് നിവരുക. എന്താണ് ജീവനുള്ള പ്രത്യാശ? എന്താണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ? ഈ വിഷയം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ത്രിവിധ പ്രത്യക്ഷതകൾ എന്ന വിഷയം നാം അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വായിക്കേണ്ട എബ്രായ ലേഖനം 9-ാം അധ്യായം 24, 26, 28 വാക്യങ്ങൾ വീട്ടിൽ ചെന്നു വായിക്കുക. അവിടെ യേശുവിന്റെ 3 പ്രത്യക്ഷതകൾ നമുക്ക് കാണാം. ഒന്നാമത്തെ പ്രത്യക്ഷത പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഒരിക്കൽ പ്രത്യക്ഷൻ ആയി. മഹാപുരോഹിതന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിൽ ഒരിക്കലുള്ള പ്രവേശനത്തോടനുബന്ധിച്ചാണ് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ആ മേഖലയിലൂടെ ഞാൻ സഞ്ചരിക്കാതെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. യേശു ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അതൊരു ഭൂതകാല ക്രിയയാണ്. അതൊരു കഴിഞ്ഞകാല സംഭവമാണ്. അത് കഴിഞ്ഞകാല സംഭവമെങ്കിൽ, ഭൂതകാല ക്രിയയെങ്കിൽ ഏതാണ് യേശുവിന്റെ ഒരിക്കലായി നടന്ന പ്രത്യക്ഷത? ഇന്നേക്ക് 2016 കൊല്ലങ്ങൾക്ക് മുമ്പ് അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയമായിരുന്നവൻ, സ്വർഗത്തിന്റെ തിലകമായിരുന്നവൻ, തന്റെ ദൈവത്വത്തിന്റെ മുഴുവൻ മഹത്വവും വെടിഞ്ഞ് ഈ മണ്ണിൽ ഒരു ജഡ ശരീരത്തിൽ വെളിപ്പെട്ടതിനെ സംബന്ധിച്ച് തിരുവെഴുത്തു വ്യക്തമാക്കുന്നു. അവൻ ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയാം, ഓരോ കാലത്ത് ഓരോ വേഷം കെട്ടി ഈ മണ്ണിൽ വന്നവനല്ല എന്റെ രക്ഷിതാവ്. അവൻ ഒരിക്കൽ ഇവിടെ ജഡത്തിൽ വെളിപ്പെട്ടവനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. അടുത്ത ചോദ്യം ഇതാണ്, യേശു എന്തിന് ഇവിടെ പ്രത്യക്ഷനായി? ബൈബിൾ അതിന് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. 1 തിമോഥെയോസ് 1:15 കാണാപ്പാഠം അറിയാമല്ലോ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വാക്കിക്ക് അടിവരയിട്ടോണം. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഇന്ന് രാത്രി തല്ല ആത്മാഭിമാനത്തോടെ ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, നാളിതുവരെ ചരിത്രം നടന്നു കയറി വന്നപ്പോൾ അനേക സ്വാതന്ത്ര്യ സമര സേനാനികള്, രാഷ്ട്രശില്പികള്, ദൈവത്തിന് സ്തോത്രം, നവോത്ഥാന നായകന്മാര് നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു കേവലം ചരിത്രത്തിന്റെ സംഭാവനയല്ല. പിന്നെ യേശുവാര് ചരിത്രത്തിന് സ്വർഗം തന്ന പകരം വെക്കാനില്ലാത്ത അതുല്യ സമ്മാനമാണ് നസ്രയനായ യേശു എന്ന് ഇന്ന് രാത്രി ഉറക്കെ പറയാൻ എനിക്ക് അവസരം തന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ വന്നു. പാപം എന്ന വിഷയം ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാലും അത് അധിക പ്രസംഗമാകില്ല. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒത്തിരി ചിന്തയിലേക്ക് പോകുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണെന്ന് നാം അറിഞ്ഞാല് യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യവർഗത്തിനൊരുക്കിയ രക്ഷയത്ര ഉന്നതമാണെന്ന് നമുക്ക് പിടികിട്ടുകയുള്ളൂ. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താ? വായിക്കേണ്ട പറഞ്ഞു വിടാം. യിരെമ്യാ 17:1 യഹൂദയുടെ പാപം, മനുഷ്യന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. മനുഷ്യന്റെ പാപം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉടയതമ്പുരാൻ എവിടെയെങ്കിലും മനുഷ്യന്റെ പാപം അങ്ങനെ ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്നാണോ? അല്ല. പാപത്തോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ് എന്ന് നാം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷാ പദപ്രയോഗമാണ് ഇരുമ്പഴുത്താണി വജ്രമുന. ആകട്ടെ, ഇരുമ്പഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ
എന്നാൽ എന്താണ് ഗുണം? ഗുണം എന്താണെന്ന് ഞാൻ പറയുക. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പഴയ നിയമത്തിലെ ഭക്ത ശിരോമണികളിൽ അഗ്രഗണ്യനായിരുന്നു ഇയ്യോബ്. ആ ദൈവ മനുഷ്യന് സാധാരണമായ സാമ്പത്തിക തകർച്ചയിലൂടെ, മാനസിക വ്യഥയിലൂടെ, ശാരീരിക കഷ്ടതയിലൂടെ കടന്നുപോയ ഭക്തന് ചിലപ്പോഴെങ്കിലും തന്റെ പച്ചയായ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ മാനസികമായി വൈകാരികമായി പൊട്ടിത്തെറിച്ച് അതിനോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇയ്യോബിന് തന്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ സങ്കടമെല്ലാം കൂടെ, എൻ്റെ ഈ വേദനയെല്ലാം കൂടെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അവയെ ഈയം കൊണ്ടും ഇരുമ്പെടുത്താണി കൊണ്ടും പാറയിൽ സദാകാലത്തേക്കും കൊത്തിവെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഇരുമ്പെടുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ അത് വല്ലപ്പോഴത്തേക്കിനുമുള്ളതല്ല, അത് സദാകാലത്തേക്കുമുള്ളതാണ്. മറ്റൊരു തെളിവും കൂടെ തരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട, വീട്ടിൽ ചെന്ന് നോക്കിക്കൊള്ളൂ. 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അശൂർ രാജാവായ സാർഗോൺ, അതായത് സാർഗോൺ എന്ന രാജാവ് അശൂരിനെ ഭരിച്ചിരുന്നു. വേദപുസ്തകത്തിൽ അല്ലാതെ ലോക രാജാക്കന്മാരുടെ ചരിത്രത്തിലോ അശൂർ രാജ്യത്തിന്റെ ചരിത്രത്തിലോ അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി, അശൂരിനെ ഭരിച്ചിരുന്നതായി യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസീയതയെ എതിർക്കുന്ന പ്രഭാഷകര്, വിജ്ഞാനകോശത്തിന്റെ എഴുത്തുകാരും വേദപുസ്തകത്തിൽ പിശകില്ല എന്ന് പറയുന്നത് ചുമ്മാതാ. യെശയ്യാ 21-ൽ പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നിട്ടില്ല, അശൂരിനെ ഭരിച്ചിട്ടില്ല, ഭരിക്കാത്ത രാജാവ് ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകം തെറ്റ. വിജ്ഞാനകോശങ്ങൾ അവർ എഴുതി പിടിപ്പിച്ചു. ഗ്രാമങ്ങൾ തോറും, പട്ടണങ്ങൾ തോറും, രാജ്യങ്ങൾ തോറും അവർ പ്രസംഗിച്ചു നടന്നു. ആ സമയത്ത് 1482-ൽ പോളമയിൽ ബോട്ട എന്ന് പറയുന്ന ഒരു ഭൂഗർഭ ഗവേഷകൻ അശൂരിന്റെ തലസ്ഥാനമായ നിനവേ പട്ടണം ഭൂഗർഭ ഗവേഷണം നടത്തി. അങ്ങനെ ഉത്ഖനനം നടത്തി ചെല്ലുമ്പോൾ നൂറുകണക്കിന് ശിലാലിഖിതങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അതിലൊട്ടനവധി ശിലാഫലകങ്ങളിൽ നിരവധി അശൂർ രാജാക്കന്മാരുടെ പേരുകൾ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു. ആ പേരുകളുടെ കൂട്ടത്തിൽ അശൂർ രാജാവായ സാർഗോന്റെ പേരും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സാർഗോനെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തിയിരുന്ന ധാരാളം ശിലാലിഖിതങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് പുരാവസ്തു ഗവേഷക വിഭാഗത്തിന് കൈമാറി. അങ്ങനെ ശാസ്ത്രലോകം ഒന്നടങ്കം അംഗീകരിച്ചു. യെശയ്യാ 21-ൽ പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നു എന്ന് അടുത്ത പദം പറയുന്നതിന് മുമ്പ് സന്ദർഭോചിതമായ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനൊന്ന് കോറിയിട്ട് കൊള്ളട്ടെ. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന കാലഘട്ടം വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടം. മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ മനുഷ്യ മസ്തിഷ്കം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. വിജ്ഞാനത്തിന്റെ നീട്ടിയ കരം കൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചെടുത്ത് അവന്റെ കാൽ കീഴെ ചവിട്ടി മതിച്ച കാലഘട്ടം. എന്നാൽ ശാസ്ത്രത്തോടുള്ള മുഴുവൻ ആദരവും നിലനിർത്തി ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോറെത്ര വളർന്നാലും, വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിച്ചാലും, വിജ്ഞാനത്തിന്റെ നീട്ടിയ വിരൽ തുമ്പുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നീ നിന്റെ വരുതിയിൽ നിർത്തിയാലും, ഇതുവരെ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ ഇരുന്നതും, ഇനി നാളെയുടെ നീളയിൽ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാത്തതുമായ ഒരൊറ്റ പുസ്തകം അതിന്ന് രാത്രി നാം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര കരങ്ങൾ ഇവിടെ ഉയരും. ആ കരം ഉയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തിനാ ഇന്ന് രാത്രി ഞാനതിവിടെ പറഞ്ഞത്? ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ശിലാലിഖിതങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ടും അതിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോയില്ല. എന്താ മാഞ്ഞു പോകാഞ്ഞ്? അത് ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതി, അത് വജ്രമുന കൊണ്ടെഴുതി. അപ്പൊ ഇരുമ്പെഴുത്താണി കൊണ്ടെഴുതിയാൽ, വജ്രമുന കൊണ്ടെഴുതിയാൽ ആയിരക്കണക്കിന് കൊല്ലം മണ്ണിൽ കിടന്നാലും മാഞ്ഞു പോകില്ല, തീയിൽ കൊണ്ടിട്ടാലും മാഞ്ഞു പോകില്ല. അപ്പൊ മനുഷ്യ, നിന്റെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ലളിതമായി ഇത്രയേ ഉള്ളൂ. നിന്റെ സൂത്രപ്പണി കൊണ്ടൊന്നും നിനക്ക് മായ്ച്ചു കളയാൻ പറ്റുന്നതല്ല. പാപത്തിന്റെ കനത്ത കറ അത് കഴുകിക്കളയാൻ ഗൗരവമായ ഒരു
രക്ഷാകര പദ്ധതി യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് എന്റെ ദൈവം ഒരുക്കി. അത് പറയുന്നതാ സുവിശേഷം. അത് പറഞ്ഞാലേ സുവിശേഷമാകത്തുള്ളൂ. അത് പറയുന്നില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ തിരിച്ചറിവുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരാകരമുയർത്തി ഒരിക്കൽ കൂടി ശക്തി കൂടി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അടുത്ത പ്രധാന ചിന്തയിലേക്ക് ഞാൻ ജമ്പ് ചെയ്യുകയാണ്. ഏതായാലും തൂലികയിലൂടെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഒരു കാര്യം സത്യ, ദൈവം ഒരു കാര്യം ചുമ്മാ ചെയ്യല. എന്നോട് ചേർന്ന് എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവം ഒരു കാര്യവും വെറുതെ ചെയ്യല. ഇത് നമുക്കായി യാദൃശ്ചികം. KJ തോമസ് ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു കാലത്ത് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുകയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ദൈവത്തിന്റെ നിത്യ നിർണയത്തിൽ ഇത് നിർണയിച്ച കാര്യമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും. എത്ര പേർക്ക് അതിന് തന്റെ അടുത്തോടെ ആമേൻ പറയാൻ ഇന്ന് രാത്രി കഴിയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രധാന ചോദ്യം ഇതാ, ഉപദേശി ഈ പാപി അല്ലാത്ത പോലെ മനുഷ്യനുണ്ടോ? അർത്ഥം ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിനെ ആവശ്യമില്ലാത്ത, യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ സത്യ നിത്യ രക്ഷ ആവശ്യമില്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? അത് ന്യായമായ ചോദ്യം. അതിന് ന്യായയുക്തമായ മറുപടിയും പറയണം. 90-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വായിക്കണ്ട. മോശ പാടുകയാണ്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ആരാ പാടുന്നത്? മോശയാ പാടുന്നത്. എന്താ പാടുന്നത്? നീ അവരുടെ അകൃത്യങ്ങളെ എന്നല്ല, നീ അവരുടെ രഹസ്യ പാപങ്ങളെ എന്നല്ല, എന്റെയും ജനത്തിന്റെയും ഉൾപ്പെടെ ഞങ്ങളുടെ അകൃത്യങ്ങളെ, ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ. മോശെ പോലൊരു മനുഷ്യന് പാപബോധം തോന്നുക എന്നൊക്കെ പറയുന്നത് അല്പം അസംഭവ്യമായ കാര്യമാണ്. ആരാ മോശ? മോശ ആരാന്ന് 2-3 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലക്ഷോപലക്ഷം ജനവുമായി ആ ദൈവ മനുഷ്യൻ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുക. പക്ഷെ മാർഗതടസ്സമായി ചെങ്കടൽ കുലം കുത്തി ഒഴുകുന്നു. അദ്ദേഹത്തിന് മുമ്പാരും വടി നീട്ടി കൈ നീട്ടി കടൽ പിളർത്തിയതായി അദ്ദേഹം കേട്ടിട്ടില്ല. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ ആ ദൈവ മനുഷ്യൻ ആ കടലിനും മീതെ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയി പിരിഞ്ഞു മാറി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ചെങ്കടൽ എങ്ങനെ പിരിഞ്ഞു മാറിയത്? മോശയുടെ കൈയുടെ ശക്തി കൊണ്ടാണോ? വടിയുടെ അധികാരം കൊണ്ടാണോ? ഇത് രണ്ടുകൊണ്ടുമല്ല. അതിന്റെ മറുപടി യെശയ്യാ 63 പ്രവാചകൻ പറയുന്നുണ്ട്. മോശയുടെ ബലഹീനകരം ആ ചെങ്കടലിന് മീതെ നീട്ടിയപ്പോൾ മറ്റൊരു കരം ആ കരത്തിനു മുകളിൽ വന്നു നിന്നു. ഏതു കരം? ആകാശത്തെ വിരിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ട എന്റെ ദൈവത്തിന്റെ കരം. തന്റെ ദാസനെ വിളിച്ച, അവന് ശുശ്രൂഷ കൊടുത്ത, മുൻപോട്ട് പോകാൻ ജനത്തോട് പറയാൻ പറഞ്ഞവന്റെ കരം ആ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്നപ്പോൾ ചെങ്കടൽ 2ആയി പിരിഞ്ഞു മാറി. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന്റെ നിയോഗത്തിന് നീ ചുവടെടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരം ഇന്ന് മകൻ ജീവിക്കുന്നു. അതാ ദൈവത്തിന്റെ കരം. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി എന്നോട് വിളിച്ചു പറയുന്നു, നിയോഗത്തിനെതിരെ ചലിക്കുന്ന ചില പ്രതിസന്ധികൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നിയോഗത്തിനെതിരെ ചലിക്കുന്ന ചില ശക്തികളെ അടക്കുന്ന ഒരു കരം ഈ രാത്രി നിനക്ക് വേണ്ടി ഇതിന്റെ അകത്ത് ആത്മാവ് വെളിപ്പെടുത്തുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ രാത്രി ഈ ഓളിൽ വ്യാപരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാ മോശ? മോശ ആരാന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ ചരിത്രത്തിൽ വേറെ ആരും അങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. തനിക്ക് മുമ്പോ എനിക്ക് ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ സമയത്ത് നിർത്താൻ പറ്റില്ല. ആദ്യം ഞാൻ പോയതുപോലെ പോയാലേ സമയത്ത് നിർത്താൻ പറ്റുള്ളൂ. തനിക്ക് മുമ്പോ തനിക്ക് ശേഷമോ വേറെ ആരും ചെയ്തിട്ടില്ലാത്ത അത്ഭുതം ചെയ്ത ആളാ മോശ.
മോശ ആരാന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പെങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ ചില കമൻസ് പാസ്സാക്കി. മോശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പുനഃതമ്പുരാനെ 10-30 ലക്ഷം ജനത്തിൻ്റെ നേതാവാൻ ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ആ ബോധമില്ലാതെ പോയല്ലോ. ഈ വിഷയത്തിൽ ദൈവം ഇടപെട്ടല്ലാതെ ഞാനിനി വെള്ളം കുടിക്കുകയില്ലെന്നും പറഞ്ഞ് ഉപവസിച്ചേനെ, പ്രാർത്ഥിച്ചേനെ. പക്ഷെ മോശ ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടില്ല. മോശ പ്രാർത്ഥിച്ചില്ല, മോശ ഉപവസിച്ചില്ല. പക്ഷെ മോശ ആവശ്യപ്പെടാതെ ആ വിഷയത്തിൽ ഇടപെടാൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാത്രി എഴുതി വെച്ചു, അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ താങ്കളുടെ ചില വിഷയങ്ങൾക്ക് നീക്കുപോക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ബോധ്യമാകത്തക്ക നിലയിൽ സ്വർഗത്തിന്റെ ഇടപെടൽ ചില മേഖലകളിൽ ഉണ്ടാകുമെന്ന് ഈ രാത്രി ആത്മാവ് ഉറപ്പു തരുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ ഈ രാത്രി പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മിര്യാമിനെ ശിക്ഷിച്ചു. സമയമില്ലല്ലോ. ദൈവം മിര്യാമിനെ ശിക്ഷിച്ചു. ചാപിള്ള പോലെ ആയിപ്പോയി. മോശ വക്കാലത്ത് പിടിച്ചോടിയില്ല. ദൈവമേ ക്ഷമിക്കണേ കർത്താവേ, ചാവിള്ള പോലെ പോയല്ലോ. പക്ഷെ മോശയുടെ വക്കാലത്തൊന്നും ദൈവം പിടിച്ചില്ല. സ്വന്തം കൂടപ്പിറപ്പ്, സ്വന്തം രക്തബന്ധം ആ ദൈവ മനുഷ്യന്റെ ഭാര്യക്കെതിരെ കമൻസ് പാസ്സാക്കിയപ്പോ ഹല്ലേലൂയ, കൂടപ്പിറപ്പാണെന്നുള്ള പരിഗണന നോക്കാതെ അവളെ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ഭക്തനോടുള്ള തന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് തെളിയിച്ച ഒരു ദൈവമാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ, നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, എന്തുകൊണ്ട് ഈ ദൈവത്തെ വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് ഈ ദൈവത്തെ ഇന്ന് രാത്രി ആശ്രയിച്ചുകൂടാ? എത്ര പേർക്ക് ആ കാര്യം മനസ്സിലാകുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാ മോശ? മോശ ആരാന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിനെതിരെ കോരകന്റെ ഒക്കെ നേതൃത്വത്തിൽ 250 പേരെ കമ്മിറ്റി കൂടി പ്രമേയം പാസാക്കി. നമ്മുടെയൊക്കെ പെന്തിക്കോസ്തുകാരെ ആരംഭകാലത്ത് നേരിട്ട് ഏറ്റവും വലിയ ഒരു പ്രശ്നം മരിച്ചാൽ അവിടെ കുഴിച്ചിടും എന്നുള്ളതായിരുന്നു. സ്വതന്ത്രം എന്ന് പറഞ്ഞ മരിച്ചാൽ അവിടെ, മോശയുടെ ഒക്കെ കാലത്തെ പ്രത്യേകത മരിച്ചവർ മരിച്ചു കഴിയുമ്പം ജീവിച്ചിരിക്കുന്നവർ കുഴിവെട്ടി അടക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം നമ്മുടെ സാഹചര്യമൊക്കെ മാറ്റി. ഇനി കുഴിവെട്ടാനൊന്നും പോകണ്ട, എല്ലാം പണിത് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ഏതായാലും ആ നിന്നയൊക്കെ ദൈവം മാറ്റിയെന്നാ ഞാനീ പറയുന്നത്. പക്ഷെ മോശയുടെ കാലത്ത് മരിച്ചവർ മരിച്ചു കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ കുഴിവെട്ടി അടക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മോശയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ കോരഹും കൂട്ടരും മരിച്ചില്ല. ജീവിച്ചിരുന്നവരാരും അവർക്ക് കുഴിവെട്ടിയുമില്ല. അവരും മരിക്കാതെ, മറ്റാരും അവർക്ക് കുഴിവെട്ടാതെ അവർ ജീവനോടിരിക്കെ തന്നെ ഭൂമി ശവക്കുഴി തുറന്ന് അവരെ ജീവനോടെ വിഴുങ്ങിക്കളഞ്ഞു. തൻ്റെ അഭിഷക്തനെതിരെ വീരൽ ചൂണ്ടിയവരെ, തൻ്റെ ദാസനെതിരെ ആധരം ചലിപ്പിച്ചവരെ ചരിത്രത്തിൽ മറ്റാരെയും ശിക്ഷിക്കാത്ത നിലയിൽ ശിക്ഷിച്ചുകൊണ്ട് തന്റെ ദാസനോടുള്ള നീതി എന്താണെന്ന് വെളിപ്പെടുത്തിയ ദൈവമാ ഇന്ന് രാത്രി നാം സേവിക്കുന്ന നമ്മുടെ ദൈവമെങ്കിൽ, ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും തന്ത്രങ്ങൾക്ക് പകരം മറുതന്ത്രങ്ങളും മെനയാതെ നീതിയോടെ വിധിക്കുന്നവന്റെ കയ്യിൽ നിന്റെ കാര്യങ്ങൾ എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ നീ കാത്തിരിക്കുമെങ്കിൽ സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ചുകൊണ്ട് നിന്റെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിച്ചു തരാൻ ഈ രാത്രി ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാനല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് ആലോചന പറയുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ആ കരം ഞാനൊന്ന് കാണട്ടെ. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സഹോദരങ്ങളെ, ആ മനുഷ്യനാ മോശ. അദ്ദേഹമാ പറയുന്നത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. മോശയോട് നമുക്ക് ചോദിക്കാം, മോശേ താങ്കൾക്ക് പാപബോധം തോന്നുന്നുണ്ടോ? ഉണ്ട്, പാപബോധം തോന്നുന്നുണ്ട്. എന്താ പാപബോധം തോന്നാൻ കാരണം? മോശ ഈ സങ്കീർത്തനം എഴുതുന്നത് തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണ സമയത്ത് വെട്ടിയിട്ട ഒരു മരക്കഷണം പോലെ ശവമഞ്ചത്തിന്റെ അകത്ത് അഹരോന്റെ ശരീരം കിടക്കുകയാണ്. അവിടെ വെച്ച മോശ ഒരു കാര്യം ഓർക്കുന്നത്, ഏത്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശയ. പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതി വരുമ്പോൾ ആദാമിനോട് ഏദനിൽ ദൈവം പറഞ്ഞ കൽപ്പന, ഏത് കൽപ്പന? നീ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ സംബന്ധിച്ച് ആദാമിനോട് ദൈവം പറഞ്ഞ കൽപ്പന പിൽക്കാലത്ത് പുസ്തകത്തിൽ എഴുതിയ ആള് മോശയ. പക്ഷെ മരണം എത്ര
ഭയാനകമാണെന്ന്, വേർപാടെത്ര വേദനാജനകമാണെന്ന് എഴുതിയപ്പോൾ മോശയ്ക്ക് മനസ്സിലായില്ല. എന്നാൽ സ്വന്തം ചേട്ടൻ, സ്വന്തം രക്തബന്ധം മരിച്ചപ്പോഴാണ് മരണമെത്ര ഭയാനകമാണെന്ന്, വേർപാടെത്ര വേദനാജനകമാണെന്ന് മോശയ്ക്ക് മനസ്സിലായത്. എൻ്റെ ചേട്ടന് കിടപ്പ് കിടക്കാൻ കാരണം പാപമാ, പാപത്തിന്റെ ശമ്പളമാ മരണം. ഇന്നിവന് കിടക്കുന്നത് പോലെ ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഞാനും കിടക്കേണ്ടി വരും. കിടക്കേണ്ടി വരുന്നെങ്കിൽ ഞാനും ഭാവിയാണ്. ആ ബോധത്തിലാണ് മോശ പറയുക, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലിരുന്ന് ഈ സന്ദേശം എവിടെ ശ്രദ്ധിച്ചാലും എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് യേശുവിനെ വേണ്ട, നിങ്ങൾക്ക് രക്ഷ വേണ്ട, നിങ്ങൾക്ക് പാപപരിഹാരം വേണ്ട, നിങ്ങൾക്കത് വേണ്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മരിക്കാതിരിക്കണം. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ മരണത്തിന്റെ തണുത്ത കരങ്ങളിലേക്ക് മനുഷ്യ താങ്കൾ വഴുതി വീഴേണ്ടി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പാപിയാണെന്നാണ്. പാപിയായതുകൊണ്ടാണ് മരിക്കേണ്ടി വരുന്നത്. അങ്ങനെ മരിക്കേണ്ടി വരുന്നെങ്കിൽ, മനുഷ്യൻ പാപിയാണെങ്കിൽ പാപിക്കു പരിഹാരം ഒന്നല്ലാതെ മറ്റൊന്നില്ല. അതെന്റെ നസ്രയനായ യേശുവും യേശുവിന്റെ ക്രൂശുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കുക. എനിക്കിതൊക്കെ തുള്ളിച്ചാടി ഇന്ന് രാത്രി പ്രസംഗിച്ചാൽ കൊള്ളാവുന്നുണ്ട്. മറ്റെന്ത് പറയുന്നതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പാടിയതുപോലെ യേശു എന്ന ആ നാമം ആദരത്തിലെടുക്കുമ്പോൾ, യേശു എന്ന നാമം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ ആ നാമത്തിലൊരു സന്തോഷമില്ലേ? ആ നാമത്തിലൊരു ശക്തിയില്ലേ? എൻ്റെ പൊന്നു കർത്താവിൻ്റെ നാമം എൻ്റെ ആദരത്തിലെടുക്കാൻ, അവൻ്റെ സന്ദേശത്തിൻ്റെ വക്താവായി ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ എനിക്ക് ആയുസ് തന്ന ദൈവമേ, എനിക്ക് ആരോഗ്യം തന്ന ദൈവമേ, എനിക്ക് അവസരം തന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി എന്ന് പറയാ. ശീഘ്രഗതിയിൽ വന്നോട്ടെ. പാപത്തിനെന്താ, മനുഷ്യന്റെ പാപത്തിനെന്താ പരിഹാരം? അടുത്തിടെ തന്നിട്ട് വേണ്ട നമുക്ക് ജീവനുള്ള പ്രത്യാശയിലേക്ക് പോകാൻ. പാപത്തിനെന്താ പരിഹാരം എന്ന് വളരെ വേഗത്തിൽ ഞാൻ പറയാം. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഓ, ആ വാക്യത്തിൻ്റെ അകത്ത് ഒരു ദൈവശക്തിയില്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രൂശിന്മേൽ കയറി എൻ്റെ രക്ഷിതാവിൻ്റെ പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പിന്നീട് ഞാൻ വിശദീകരിച്ചോളാം. പോരാ, കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ സഹോദരങ്ങളെ, പീലാത്തോസിന്റെ അല്ല, ഗെത്സമനെ മുതൽ തുടങ്ങേണ്ടത്, പക്ഷെ വിസ്താര ഭയം കൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് എൻ്റെ രക്ഷിതാവിനെ നിങ്ങൾ കണ്ടോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കണ്ണുകെട്ടി തല്ലപ്പെട്ടവനായി, മുഖത്തെ താടി രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് പിഴുതെടുക്കപ്പെട്ട തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായ അരുമനാഥന്റെ മുഖത്ത് മനുഷ്യക്രിമികൾ കാർക്കിച്ച് തുപ്പുമ്പോൾ എന്നോടുള്ള സ്നേഹാധിക്യം നിമിത്തം ആ തുപ്പലിനും മുഖം മറച്ചു കളയാതെ ആ തുപ്പലേറ്റവന്റെ നാമം ഇന്ന് രാത്രി സന്തോഷത്തോടെ പ്രസംഗിക്കാൻ, ആ പൊന്നു കർത്താവിന് സ്തോത്രം പറയാൻ എനിക്ക് ഈ മണ്ണിൽ കിട്ടുന്ന അവസരം പോലെ ഭാഗ്യകരമായ അവസരമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ മാത്രം ആ കരമടിച്ച് ഒരു മിനിറ്റ് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. എനിക്ക് വേണ്ടി പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് എന്നോടുള്ള സ്നേഹാധിക്യ നിമിത്തം തുപ്പലേറ്റവനൊരു സ്തോത്രം പറയാം. സ്തോത്രം. പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് എന്റെ രക്ഷിതാവിനെ റാ പോലെ വളച്ചു നിർത്തി. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള റോമൻ ചാട്ടവാർ, ചെറിയ ഈ കൊളുത്തുകളും
എല്ലും കഷണങ്ങളും മനുഷ്യാസ്ഥികളും ആ ചാട്ടവാറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പടയാളികളിൽ ഒരാൾ ആ ചാട്ടവാറെടുത്ത് എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തേക്ക് ആഞ്ഞെറിഞ്ഞു. ഈ കൊളുത്തുകളും എല്ലും കഷണങ്ങളും മനുഷ്യാസ്ഥികളും അസ്ത്രം കണക്കെ ആ മാംസത്തിലേക്ക് തുളച്ചിറങ്ങി. പടയാളി ആ ചാട്ടവാർ മുകളിലേക്ക് പൊക്കുകയായിരുന്നില്ല, പൃഷ്ഠഭാഗത്തെ ലക്ഷ്യമാക്കി നീളത്തിൽ കീറുകയായിരുന്നു. പൃഷ്ഠഭാഗത്ത് ആ ചാട്ടവാർ എത്തിയപ്പോൾ പടയാളി അത് വലിച്ചു മറിച്ചു പൊക്കിയെടുത്തു. പല പ്രാവശ്യത്തെ അടികഴിഞ്ഞപ്പോൾ ഉഴവുകാർ ഉഴുവുമ്പോൾ നിലം ചേർത്തെറിച്ചു മാറുന്നത് പോലെ എൻ്റെ അരുമനാഥന്റെ പുറത്തെ മാംസങ്ങൾ പല സൈഡിലേക്ക് കീറി തൂങ്ങി മറിയപ്പെട്ടു. ആ കീറി തൂങ്ങി മറിയപ്പെട്ട മാംസത്തിന്റെ വിടവുകളിലേക്ക് ഇന്ന് രാത്രി സൂക്ഷിച്ചു നോക്കിയാൽ ഉറവ ഊറി ഒഴുകി വരുന്നത് പോലെ ഒഴുകി വരുന്ന പരിശുദ്ധ രക്തം കാണാം. പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് എനിക്ക് വേണ്ടി ഉഴുതുമറിയപ്പെട്ട മാംസത്തിന്റെ വിടവുകളിലൂടെ ഊറി ഇറങ്ങി പീലാത്തോസിന്റെ കൽത്തളത്തിന്റെ അകത്ത് തളം കെട്ടിക്കിടന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ രക്തത്തിന്റെ അകത്ത് എന്റെ രോഗശാന്തി എന്റെ തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നെങ്കിൽ, എന്തുകൊണ്ട് ഇന്ന് രാത്രി എന്റെ ശരീരത്തിൽ ഈ സന്ദേശം കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നവരുടെ ശരീരത്തിൽ ഒരു രോഗശാന്തി സംഭവിച്ചുകൂടാ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ ഇറങ്ങി ഒരു അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആദരം തുറന്ന് കരമടിച്ച് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. എന്റെ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു എന്ന ഉറപ്പിലും ദൈവിക നിയോഗത്തിലും യേശുവിന്റെ രക്തത്തിലുള്ള ആശ്രയ ബോധത്തിലും യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്തിലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ ശുദ്ധീകരണത്തിന്, നമ്മുടെ ശുദ്ധീകരണത്തിന്, നമ്മുടെ മടങ്ങി വരവിന് ദൈവകൃപയുടെ വ്യാപാരം നമ്മുടെ മേൽ പകരാൻ ദൈവത്താൽ അനുവദനീയമായ രോഗങ്ങൾക്ക് സ്തോത്രം, ദൈവത്താൽ അനുവദനീയമായ കഷ്ടതകൾക്ക് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ പ്രാണങ്ങൾക്കെതിരെ, നമ്മുടെ ആയുസ്സിനെതിരെ, നമ്മുടെ ആരോഗ്യത്തിനെതിരെ പിശാച് വച്ചിരിക്കുന്ന അവന്റെ മുഖമാണ് ഇന്ന് രാത്രി നിന്റെ രോഗമെങ്കിൽ, യേശുവിന്റെ നാമം ഈ രാത്രി ഞാൻ ഉച്ചരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തം ഈ രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ, ആ നാമത്തിന്റെ ശക്തിയാൽ, ആ രക്തത്തിന്റെ ശക്തിയാൽ ആ രോഗാത്മാക്കൾ ഈ രാത്രി അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദുരാത്മാവേ, രോഗാത്മാവേ, പൈശാചിക ശക്തിയെ നിന്നോട് കൽപ്പിക്കുന്നു. നസറയനായ യേശുവിന്റെ നാമം ഈ രാത്രി ഞങ്ങൾ ഉച്ചരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തം ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ, രോഗബന്ധനങ്ങൾ ഈ രാത്രി അഴിയട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി രക്തത്തുള്ളികൾ എൻ്റെ കർത്താവിനോട് ക്ഷമ പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ക്രൂശിനെ ഞാൻ പറയുമ്പോൾ, എൻ്റെ വാക്കുകൊണ്ടോ, എൻ്റെ ആംഗ്യം കൊണ്ടോ, എൻ്റെ സംസാര ശൈലി കൊണ്ടോ എൻ്റെ രക്ഷിതാവിൻ്റെ ക്രൂശ് മങ്ങിപ്പോകുന്നെങ്കിൽ
എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ക്രൂശനെ വിളിച്ചു പറയാൻ ഞാൻ അപ്രാപ്തനാണ്. എങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, യെരൂശലേം തെരുവീതിയിലൂടെ രക്തത്തുള്ളികൾ ഇറ്റിറ്റു വീഴ്ത്തി വലത്തോട്ടും ഇടത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും വീണു വേണ്ടിയിട്ട് പലയോടണമെന്ന ഗോൽഗോഥാ മലയുടെ മുകളിൽ എൻ്റെ പ്രാണപ്രിയൻ ക്രൂശിക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തം ഇന്ന് രാത്രി നിങ്ങൾ കണ്ടോ? അരുമനാഥന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ അവിടെ നിൽക്കുന്നില്ല. പക്ഷെ അവസാനം മുഴുവൻ ലോകത്തോടുമായി എൻ്റെ യേശു പറഞ്ഞത്, ഞാൻ ഇവിടം കൊണ്ട് തീർന്നല്ല. പിന്നെ എന്തവാ എൻ്റെ രക്ഷിതാവ് പറഞ്ഞത്? സകലവും നിവർത്തിയായി. മനുഷ്യവർഗമേ, നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടുന്നതെല്ലാം ഞാനിതാ നിവർത്തിച്ചിരിക്കുന്നു. ആ നല്ല കർത്താവിനൊരു സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാണ്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷനായി. എന്തിന് പ്രത്യക്ഷനായി? പാപപരിഹാരം വരുത്താൻ പ്രത്യക്ഷനായി. വരുത്താൻ പ്രത്യക്ഷനാകുക മാത്രമല്ല, പാപപരിഹാരം വരുത്തി. അതിന് ഈ സ്തോത്രം മതിയോ? സന്തോഷത്തോടെ ഉച്ചത്തിൽ സ്തോത്രം പറയണ്ടേ? അവൻ പാപപരിഹാരം വരുത്തി. വരുത്തിയ പാപപരിഹാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയാൽ നീതീകരണം കിട്ടി. 2, ഇന്ന് യേശു പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം നന്ദിയാൽ തുടിക്കുന്നു കേട്ടോ. അവിടെ ധാരാളം കാര്യങ്ങൾ പറയേണ്ടത്. എവിടെ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു? അത്യുന്നത ദൈവിക നീതിന്യായ കോടതിയിൽ. എപ്പോഴൊക്കെ? വല്ലപ്പോഴുമല്ല, 24 മണിക്കൂറും 365 ദിവസവും സാധുവായ എന്നെ ഓർത്ത് എനിക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ യേശു പക്ഷവാദം ചെയ്യുന്നു, മധ്യസ്ഥനായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പം ഞാൻ എൻ്റെ കർത്താവിന് എത്ര വിലയേറിയവനാ. ഞാൻ എൻ്റെ കർത്താവിന് എത്ര വിലയേറിയവളാ, മാന്യനാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി സ്തോത്രം പറയാം. ഈ ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടോ? സോദര കർത്താവ് ദാസൻ പറഞ്ഞ സമയമാകുമ്പോൾ ഒരിക്കൽ പ്രത്യക്ഷനായി നീതീകരണം കിട്ടി. ഇന്ന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളിൽ പലരും കൃപയാലി കസാരയിൽ ഇരിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നതും വിശുദ്ധിയുടെ തിളക്കം കൊണ്ടൊന്നുമല്ല, പ്രാർത്ഥനയുടെ ആധിക്യം കൊണ്ടൊന്നുമല്ല. ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ, നമ്മോടുള്ള ദയ, കരുണ, ദീർഘക്ഷമ വലുതാക്കി. എൻ്റെ ദൈവമേ, എന്നെ ഇന്ന് രാത്രിയും വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇരുത്തിയ, വിശുദ്ധ മതികളുടെ പന്തിയിൽ ഇരുത്തിയ അനർഗളമായ ദൈവകൃപ ഓർക്കുമ്പോൾ അങ്ങേക്കും നന്ദി എന്ന് പറയാൻ ഇന്ന് രാത്രി സന്തോഷമുള്ളവർ മാത്രം ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ഒരിക്കൽ പ്രത്യക്ഷനായി, നീതീകരണം കിട്ടി. പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു, വിശുദ്ധീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. 3, ഇനി യേശു പ്രത്യക്ഷനാകും. സ്തോത്രം പറ. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പോയാൽ പുറത്തു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. വരുവോ വരത്തില്ലേ ആകാംക്ഷാഭരിതരായി പുറത്തു ജനം ആശങ്കയോടെ നിൽക്കുക. എന്നാൽ ഈ മഹാപുരോഹിതൻ വരുമോ ഇല്ലയോ എന്ന് ആശങ്കയൊന്നും വേണ്ട. അവൻ പോയതുപോലെ അവൻ മടങ്ങി വരും. നമ്മുടെ രക്ഷിതാവ് വരും, നമ്മുടെ മഹാപുരോഹിതൻ വരും, നമ്മുടെ കർത്താവ് വരും, നമ്മുടെ നാഥൻ വരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഏതായാലും 5 മിനിറ്റ് കൂടി എടുത്തിട്ടേ നിർത്തൂ. കർത്താവ് വരുമോ? ഉപദേശിക്കും, ഇത് വല്ലതും നടക്കുമോ? യേശു വരുമോ? വരും. നടക്കുമെന്ന് ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. അതെന്നെ ഉറപ്പ്. സ്വപ്നം വല്ലതും കണ്ടോ? സ്വപ്നം പലതും കണ്ടു, യേശു വരുന്നൊന്നും കണ്ടില്ല. ദർശനം വല്ലതും കണ്ടു, പക്ഷെ യേശു വരുന്നൊന്നും കണ്ടില്ല. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലർക്കും ഇപ്പൊ കാര്യമുള്ള കാര്യം പറയുന്നതിനേക്കാൾ വല്ല സ്വപ്നം കണ്ടതോ, വല്ല ദർശനം കണ്ടു എന്നൊക്കെ പറയുന്നതാ എല്ലാവർക്കും പെരുത്ത സന്തോഷം.
ഇന്ന് അതൊരു വലിയ വാണിജ്യമായി മാറ്റിയിരിക്കുകയാണ്. ദർശനത്തെക്കാൾ സ്വപ്നത്തെക്കാൾ നമ്പാൻ കൊള്ളാവുന്ന ഒരു ഉറപ്പ്, എൻ്റെ യേശു വരുമെന്ന് സ്വർഗം എനിക്ക് തന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിന് സ്തോത്രം പറയാം. യേശു വരുമെന്ന് ദൈവം തന്ന ഉറപ്പെന്താ? 1 പത്രോസ് 1:3-4 ഒന്നുകൂടെ പെട്ടെന്നൊന്ന് കാണിച്ചു. ഞാൻ അവിടെ ഒരു പദം എടുത്ത് പറയാൻ പോവാ. എൻ്റെ യേശു വരുമെന്ന് ദൈവം എനിക്ക് തന്ന ഉറപ്പെന്നാന്ന് പറയാൻ പോവാ. 1 പത്രോസ് 1:3-4. അടുത്തതൊന്ന് വായിച്ചു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം, അപ്പൊ എന്റെ രക്ഷിതാവും മടങ്ങി വരുമെന്ന് സ്വർഗം എനിക്ക് തന്ന ഉറപ്പാണ് എന്റെ യേശുവിന്റെ ഉയർപ്പെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ ആ ദൈവമക്കളുടെ കരം മാത്രം ഞാനത് കാണട്ടെ. കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്റെ സഹോദരങ്ങളെ, അയൽപക്കത്തുകാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്ന മനുഷ്യനല്ല എന്ന് പറഞ്ഞ് മനുഷ്യ പൊങ്കുവന്മാർ ഒട്ടനവധി ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ശവക്കൂനകൾ ഈ രാത്രി അടഞ്ഞു കിടക്കുക. ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജീവി വിശന്നു പൊരിഞ്ഞ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നെങ്കിൽ ഈശ്വരന്റെ മുഖത്ത് നോക്കി എനിക്ക് മോക്ഷം വേണ്ട എന്ന് ഞാൻ തീർത്തു പറയുമെന്ന് പറഞ്ഞ് ശ്രീബുദ്ധനെ പോലെയുള്ള ആത്മീകാചാര്യന്മാർ അവരുടെ ശവകുടീരങ്ങളും ഈ രാത്രി അടഞ്ഞു കിടക്കുന്നു. എന്തിനേറെ പറയുന്നു, ലോക തൊഴിലാളി വർഗത്തിന്റെ പഴം തൊട്ടി മുതൽ രാഷ്ട്രീയ ആചാര്യന്മാരുടെ തങ്കത്തളികയിൽ വരെ വിപ്ലവത്തിന്റെ വിത്ത് വിതച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കൾ അവരുടെ ശവക്കൂനകളും ഈ രാത്രി അടഞ്ഞു കിടക്കുമ്പം പാലസ്തീന്റെ പച്ച മണ്ണിൽ തുറക്കപ്പെട്ട ഒരൊറ്റ കല്ലറയുണ്ട്. അതാ ഇന്ന് രാത്രി ഞാൻ ആവേശത്തോടെ പ്രസംഗിക്കുന്ന, നാം ആവേശത്തോടെ ആരാധിക്കുന്ന നമ്മുടെ പൊന്നു കർത്താവിന്റെ കല്ലറയെന്ന് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര ദൈവമക്കൾ ഈ രാത്രി ഇതിനകത്തുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ അതിന് പറയുന്ന ഒറ്റ ഉദാഹരണം, കമ്പിവാചങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന നിത്യസത്യത്തെ ആസ്പദമാക്കി മരണാനന്തര ജീവിതം, പുനരുത്ഥാന ശരീരം, ഉയർത്തെഴുന്നേൽപ്പെന്ന വിഷയം പൗലോസ് നന്നായി അവതരിപ്പിച്ചിരിക്കുന്നത് 1 കൊരിന്ത്യർ 15 അധ്യായത്തിലാണ്. യഹൂദ മതവിഭാഗത്തിലെ സാദൂക്യരുടെയും ഗ്രീക്ക് തത്വചിന്താഗതിക്കാരായ എപ്പിക്കൂരിയം ചിന്താഗതിക്കാരുടെയും വാദമുനകളെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന സത്യത്തിലൂടെ ഒരു താത്വികനെ പോലെ പൗലോസ് ഖണ്ഡിച്ചു കളയുക. കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം പൗലോസ് പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. ധാരാളം വ്യാഖ്യാനങ്ങൾ ഞാൻ നോക്കി. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യാഖ്യാനം പറഞ്ഞ് ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആദ്യബലക്കറ്റ പെരുന്നാളിന്റെ 3 ദിവസം മുമ്പ് പുരോഹിതനും ജനവും കൂടെ വയലിലേക്ക് ചെല്ലുന്നു. സന്ധ്യയായോ സൂര്യൻ അസ്തമിച്ചോ എന്ന് ചോദിക്കുന്നു. സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുമ്പോൾ ആദ്യബലക്കറ്റ കൊയ്തെടുക്കുന്നു. അത് മഹാപുരോഹിതന്റെ കയ്യിൽ ദൈവാലയത്തിൽ കൊണ്ടു കൊടുക്കുന്നു. മഹാപുരോഹിതൻ ആ കറ്റ 3 ദിവസം തിരശീലയുടെ മുൻപിൽ വെക്കുന്നു. 3-ാമത്തെ ദിവസം ആ കറ്റയെടുത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഉയർത്തി വീശുന്നു. ഇതിന് പറയുന്ന പേരാണ് നീരാജനം ചെയ്യുക. യഹൂദന്റെ വയലിൽ നിന്ന് ആദ്യ വലക്കറ്റ കൊയ്തെടുക്കപ്പെടുന്നത് പോലെ യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ കറ്റ 3 ദിവസം തിരശീലയുടെ മുമ്പിൽ വെക്കുന്നത് പോലെ എന്റെ രക്ഷിതാവ് യോസേപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ ആ കറ്റ 3-ാമത്തെ ദിവസം ഉയർത്തി നീരാജനം ചെയ്യുന്നത് പോലെ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് നമ്മുടെ പൊന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റോ. എത്ര പേർക്ക് ആവേശത്തോടെ കരമുയർത്തി ഈ രാത്രി സ്തോത്രം പറയാൻ പറ്റും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത പദം ശ്രദ്ധിക്കുക. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. എന്താ അതിന്റെ അർത്ഥം? ഇവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യ ഫലക്കറ്റ ഒന്നിന്റെ സൂചനയാ. എന്തിന്റെ സൂചന? ആദ്യ ഫലക്കറ്റ മാത്രമേ കൊയ്തെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഈ കറ്റ കൊയ്ത വയലിൽ അടുത്തൊരു കൊയ്ത്ത് നടക്കാൻ പോകുക. ഈ കറ്റ കൊയ്ത വയലിൽ അടുത്തൊരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവായിരുന്നു അവിടെ നീരാജനം ചെയ്യപ്പെട്ട ആദ്യ ഫലക്കറ്റയെങ്കിൽ പൗലോസ് പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും മറ്റൊന്നിന്റെ സൂചനയാ. ഏതിന്റെ സൂചന? എന്റെ യേശു ഉയർത്ത മണ്ണിൽ
മറ്റൊരു ഉയർപ്പ് നടക്കാൻ പോകുക. ആരുടെ ഉയർപ്പ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ, കോടാനുകോടി വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്നത് അവരോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് എല്ലാ കരങ്ങളും അടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കുക. Glory Kamasia Taradana, Alkamana Shamdaradana, Hallelujah, Hallelujah, Hallelujah. Ella Tarangala Turame, Iratra Devate Studikate. Ura Kamana Ramsia Taradana, Hallelujah, Hallelujah. What in the Mashavani on the Sandikao, Sahodragale, Kahalam Tonikum. കാഹളം ധ്വനിക്കും, കാഹളം ധ്വനിക്കും. ഇവിടെ കയറി വരുവിൻ എന്ന ശബ്ദവുമായി എന്റെ രക്ഷിതാവും മടങ്ങി വരും. എന്റെ പൊന്നു കർത്താവിനെ പിടിച്ചു വെക്കാൻ മരണത്തിന് കഴിഞ്ഞില്ല. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ എന്റെ പൊന്നു കർത്താവ് മടങ്ങി വരുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെണീക്കാൻ പോകുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ള ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഈ രാത്രിയെ നേടിയിട്ട് നിൽക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഈ രാത്രിയെ നേടിയിട്ട് നിൽക്കുക. ഒരു പ്രത്യാശയുടെ ഗീതം നാം ഒരുമിച്ചൊന്ന് പാടി ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക. നമ്മുടെ സുവിശേഷ യോഗത്തിന്റെ ഈ പ്രാവശ്യത്തെ നമ്മുടെ റീജിയൻ കൺവെൻഷന്റെ സമാപന രാത്രിയ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ആദരം തുറന്നു പറ, യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു, നമ്മുടെ പൊന്നു കർത്താവ് വരുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ള ദൈവമക്കൾ ആദരം തുറന്നു തുടങ്ങാം, കരമടിച്ചു തുടങ്ങാം. ഈ പ്രത്യാശയുടെ ഗീതം ഒരുമിച്ച് പാടി ഈ രാത്രി ദൈവത്തെ ആരാധിക്കാം. കർത്താവുതൻ ഗംഭീരനാദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ മഹേളനാദം കേൾക്കുന്ന രാത്രിയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധി
കണ്ണുകളും അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തു. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. യേശു വരും, യേശു വരും, യേശു വരും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും അവരുടെ ആയുസ് തികഞ്ഞ് അവരുടെ ശുശ്രൂഷ നിവർത്തിച്ച് ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയി. ആ കുഴിമാടത്തിന്റെ അകത്ത്, കല്ലറയ്ക്കകത്ത് ഞങ്ങൾ വെച്ചത് ഞങ്ങളുടെ ഹൃദയമാണ് കർത്താവേ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മറ്റുള്ളവരുടെ കൈത്തൊണ്ടയ്ക്കകത്ത് തളർന്നു വീണ് ഞങ്ങൾ ഇറങ്ങി വന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അധികം നാൾ അവിടെ കിടക്കില്ല. ഹല്ലേലൂയ. യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉയർക്കാൻ പോകുന്നു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമകളുമായി എന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എണീക്കും, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ഉയർത്തെണീക്കാൻ പോകുന്നു. ഞങ്ങൾ രൂപാന്തരപ്പെടാൻ പോകുന്നു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കർത്താവിനോട് കൂടെ നിത്യത മുഴുവൻ. എന്തൊരു ഭാഗ്യമാണ് കർത്താവേ ഞങ്ങൾക്ക് തന്നത്. പലപ്പോഴും ഞങ്ങളത് ഓർക്കാതെ പോയിട്ടുണ്ടല്ലോ. ലോകത്തിന്റെ താൽക്കാലികമായ പാപത്തിന്റെയും അശുദ്ധിയുടെയും അധികാരത്തിന്റെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും പുറകെ പിശാചിനാൽ കണ്ണു കെട്ടിയവരെ പോലെ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളൊരു ക്ഷമിക്കണേ. ഞങ്ങളുടെ മടങ്ങി വരവിന്റെ രാത്രിയാക്കി, ഞങ്ങളുടെ അനുതാപത്തിന്റെ രാത്രിയാക്കി, ഞങ്ങളുടെ ജയജീവിതത്തിന്റെ രാത്രിയാക്കി, നിത്യതയോട് അല്പം കൂടെ അടുക്കുന്ന ഒരു രാത്രിയാക്കി ഈ രാത്രിയിലെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവെ അങ്ങ് ദീർഘിപ്പിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാമോ?